ഇന്നത്തെ ഫെസ്റ്റിവൽ സീസൺ നമ്മുടെ മീഡിയ വണ്ണിനോടൊപ്പം ആഘോഷിക്കാനായി നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഹായ് അനുശ്രീ. ഹലോ. എന്തൊക്കെയുണ്ട് അനുശ്രീയുടെ പുത്തൻ വിശേഷങ്ങൾ? പുതിയത് ഏറ്റവും പുതിയ വിശേഷം വെടിവഴിപാടെന്ന് പറഞ്ഞ മൂവിയാണ്. ഇപ്പോൾ റിലീസായത്, നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കണു. ഇപ്പോൾ എന്താണ്, ഇതുവരെ ചുരുക്കം ചില കഥാപാത്രങ്ങൾ ചെയ്ത് ഫുള്ളൊരു നാടൻ ഗെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇതിൽ. അങ്ങനെ അൾട്രാ മോഡേൺ അല്ലെങ്കിൽ പോലും കുറച്ചൊന്ന് മോഡേൺ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡയമണ്ട് നെക്ലേസ് ആണെങ്കിൽ എനിക്കറിയാം ഒരു നാട്ടിൻപുറത്തെ കുട്ടി എങ്ങനെയായിരിക്കും, കാരണം ഞാനൊരു നാട്ടിൻപ്രദേശത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാത്ത ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എന്താണ്, നേരത്തെ എനിക്ക് ആങ്കറിങ് ചെയ്ത് ശീലമുണ്ട്, കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ആങ്കറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൂവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണ് ആദ്യം മനസ്സിൽ വന്നത്? ചെയ്യാൻ പറ്റും എന്നാണോ അതോ ഇനി ചാലഞ്ച് ആണോ, അങ്ങനെ എന്തെങ്കിലും? എല്ലാ ക്യാരക്ടേഴ്സും നമുക്കൊരു ചലഞ്ചിങ് തന്നെയാണ്, കാരണം എല്ലാം ഒരേപോലത്തെ ടൈപ്പ് ഓഫ് റോൾസ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും നമ്മളത് എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എനിക്കാണെങ്കിലും ഇപ്പൊ 3-4 മൂവീസ് ചെയ്തെങ്കിലും ഞാൻ അങ്ങനെ ത്രൂ ഔട്ട് വേഷം ഏകദേശം ഡയമണ്ട് നെക്ലേസിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പോർഷനേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ആൾക്കാരുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും. കാരണം ഒരു സീൻ ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ ചെയ്ത ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ അതിലുള്ളൂ, ശ്രീജിത്ത് രവിന്റെ വൈഫായിട്ട്. പക്ഷെ അത് ആൾക്കാരുടെ പകുതി പേർക്ക് മനസ്സിലായിട്ടില്ല ഞാനാണത് ചെയ്തതെന്ന്, പകുതി ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ഗെറ്റപ്പാണിത്. നല്ലൊരു റോളായിരുന്നല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ചെയ്തപ്പോ ആദ്യത്തേത് എനിക്ക് ദുബായിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ദുബായിൽ ചെന്ന് ഇറങ്ങുന്ന സീനുണ്ട്, എസ്കലേറ്റർ വഴി ഇറങ്ങുന്ന സീനുണ്ട്, ഫഹദിനെ പിക്ക് ചെയ്യാൻ വരുന്നു. അതാണ് ഫസ്റ്റ് എടുത്തത്. അപ്പൊ ആദ്യം ലാൽജോ സാറിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം സാറിന് മാത്രമേ എന്നെ അറിയുള്ളൂ, ബാക്കി ക്രൂ മെമ്പേഴ്സിനൊന്നും എന്നെ അറിയില്ല. അപ്പൊ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു. അപ്പൊ അവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പറ്റാണ്ട് വന്നാൽ എന്താ ചെയ്യുക, കാരണം ദുബായിൽ ഓൾറെഡി ഞങ്ങൾ ചെന്നു, ഇനി പുതിയ ആളെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ലാൽ സാറിന് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കും, കാരണം സാറ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടാണ്, എന്റെ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. അതെ 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 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്കും ഒരു ടെൻഷൻ, സാർ ഇങ്ങനെ പറയുമ്പോൾ സാറ് വിശ്വസിച്ച് കൊണ്ടുവന്നു, എനിക്കിനി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ബിൽഡപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ എല്ലാരും വന്ന്, അതുവരെ കുറെ ആൾക്കാർ മിണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും വന്ന് ഷെയ്ക്കാൻ ചെയ്ത് നന്നായിട്ട് പറഞ്ഞപ്പോഴത്തേന് ഓക്കെ, ഞാനും ഓക്കെ, കാരണം ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ചെറുതായിട്ട് വന്നു തുടങ്ങി. പിന്നീടൊക്കെ നല്ലതായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മൂവിക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോ വഴിയാണ് ഞാൻ വന്നത്. സോ അത് കഴിഞ്ഞിട്ട് അധികം ഗ്യാപ്പ് വന്നിട്ടില്ല ഡയമണ്ട് നെക്ലേസ് കിട്ടാനായിട്ട്. അപ്പത്തേന് പിന്നെ ഒരുപാട് റിഹേഴ്സൽ ഞങ്ങൾ അവിടെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് റിയാലിറ്റി ഷോയിലൂടെ കിട്ടിയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ആവാൻ എനിക്ക് കൂടുതലായിട്ട് ചിലപ്പം ചെയ്യാൻ പറ്റിയത്, കാരണം അതിനു മുമ്പ് അങ്ങനെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ റിയാലിറ്റി ഷോയിലെ ഗ്രൂമിംഗ് സെഷൻസ് ആയിരിക്കാം, ഇതിനു വേണ്ടിയിട്ടുള്ള റിഹേഴ്സലും അത് തന്നെയാണ്. അപ്പോ വെടിവഴിപാടിന്റെ ഇനി ബാക്കിയുള്ള പ്രൊമോഷൻസും അതൊക്കെ എങ്ങനെയാണ്? അതില് എന്റെ അടുത്ത് ആദ്യം വിളിച്ചു പറഞ്ഞത് ഒരു ആങ്കർ എന്നാണ് ചെയ്യാനായിട്ട്, ഒരു ആങ്കർ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം, കാരണം എനിക്കും ഒരു ചേഞ്ച് ആവശ്യമാണെന്ന് തോന്നിയത്. കാരണം പിന്നീട് ഇപ്പോൾ വിളിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഒരു വൈഫായിട്ടുള്ള റോള്, അല്ലെങ്കിൽ സാരി ഉടുത്ത് ചന്ദനപ്പൂർ ഇട്ട് നടക്കുക, ഭർത്താവിനെ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഫുള്ള് വരുന്നത്. സോ അതല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കും കൂടി ഒന്ന് കാണിക്കാനായിട്ട് ഒരു അവസരം വേണമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് വെടിവഴിപാട് വന്നത്. അതെ അതെ, പ്രത്യേകിച്ചും അതിൽ കുറച്ച് സീൻസ് ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോഴത്തേന് അത് കണ്ടിട്ടാണ് ആൾക്കാർ, ഇല്ല അങ്ങനെയല്ല, നമ്മുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ സ്ത്രീകൾ എങ്ങനെ തിരിച്ച് ബിഹേവ് ചെയ്യുന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടാണ് എല്ലാവരും പെട്ടെന്ന് ചോദിക്കണം, അയ്യോ അരുണേട്ട ഈ മിസ്സു എന്നുള്ള ആള് തന്നെയാണോ ചെയ്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് തീർച്ചയായിട്ടും, കാരണം ആൾക്കാരെപ്പോഴാണെങ്കിലും എൻ്റെ ഒരു ഫേസ്ബുക്കിലാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഒരു സാരി ഉടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കമന്റ് ആയിരിക്കും. ചെറുപ്പക്കാർ വരെ ചിലപ്പം കമന്റ് അയക്കുന്നതിൽ അനു വേണ്ട, സാരി മതി, അനുവിന് അതാണ് നല്ലത്, ഞങ്ങൾക്കിത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേന് അയ്യോ ആൾക്കാർ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിച്ച് ഡയമണ്ട് നെക്ലേസിലെ രാജശ്രീനെ പ്രതിഷ്ഠിച്ചു തോന്നുന്നു. സോ അങ്ങനെ ഒരു മാറ്റാനായിട്ടൊരു ചാൻസ് വന്നപ്പോഴത്തേന് വെടിവഴിപാട് ചെയ്തു. പുതിയ പ്രോജക്ട്സിലൊക്കെ റോൾസ് എങ്ങനെയാണ്? ഇനി വരാനുള്ളതും നാടൻ, ഞാനിങ്ങനെ ബാലൻസ് ചെയ്ത് പോവാണ്. കാരണം ഇനി വരാനുള്ളത് ഇപ്പം ലാസ്റ്റ് ചെയ്തത് വയലാർ മാധവൻകുട്ടി
സ്റ്റോറി ഡയറക്ട് ചെയ്തിട്ട് ഇന്ദ്രജിത്തും ഭാമയും മെയിൻ ലീഡ് ചെയ്യുന്ന നാക്കുപ്പൻ്റെ നാക്കുറ്റാക്ക എന്നാണ് പേര്. എല്ലാവർക്കും ആ പേര് കുറച്ച് തമിഴാണോ? പക്ഷെ അല്ല, ഇന്ദ്രജിത്തൊക്കെ ഉണ്ട്. അത് നമ്മള് ഐ ലവ് യു ഐ വാണ്ട് യു എന്നുള്ളത് കെനിയയിലായിരുന്നു ഷൂട്ട്. സോ അവിടുത്തെ ലാംഗ്വേജിലാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് അതെ അതെ, ഫുൾ ഷൂട്ട് അവിടെ തന്നെയായിരുന്നു. കുറച്ച് സിനിമകളാണെങ്കിലും ഒരുവിധം നല്ല ആക്ടേഴ്സിന്റെ കൂടെയും ആക്ട്രസിന്റെ കൂടെയും അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതിനെക്കുറിച്ച് എന്താ പറയുക? ഡയമണ്ട് നെക്ലേസ് എന്ന മൂവി എനിക്ക് ഫസ്റ്റ് മൂവി ഡയമണ്ട് നെക്ലേസ് കിട്ടി എന്നുള്ളതാണ്. ടെൻഷൻ ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴായിരുന്നു? അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഫസ്റ്റ് മൂവിയിൽ മാത്രമേ ചിലപ്പം ഒരു പേടി, ആദ്യത്തെ ആ ഒരു ടെൻഷൻ മാത്രം, അല്ലാണ്ട് അഭിനയിക്കാനായിട്ട് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം റെഡ് വൈനിലാണെങ്കിൽ ചെറിയ പോർഷൻ ഞാനും മോഹൻലാൽ സാറും അവരൊക്കെ പോയി. പക്ഷെ അതിലും അങ്ങനെ ടെൻഷൻ അങ്ങനെയൊന്നും ബിൽഡപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യ ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. അത് 1-2-3 ദിവസം അത്രേ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഏത് റോള് ചെയ്യണം എന്നാണ് ആഗ്രഹം? എല്ലാവർക്കും ഈ ഒരു റോള് ചെയ്യണം എന്നുണ്ടാവും. വേറെ ആക്ട്രസസിന്റെ അല്ല, നമ്മുടെ സ്വന്തമായിട്ട് റോള്. അങ്ങനെ എനിക്ക് എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു നാടൻ ടൈപ്പ് കുറെ റോൾസ് അങ്ങനെ ചെയ്യാതെ മോഡേണിൽ ചെയ്യാൻ പറ്റണം, നാടനും ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇപ്പം ഏത് റോളാണെങ്കിലും ഒരു എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുണ്ട് സിനിമയിൽ ആയിക്കഴിഞ്ഞാലുള്ള ഭാഗ്യം. ഒരു പ്രൊഫഷൻ നമുക്ക് സ്വന്തമായിട്ടില്ലെങ്കിലും ഏത് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പാട്ട് പാടുന്നു പറഞ്ഞു. ഇപ്പൊ ഒരു പാട്ട് അയ്യോ, എന്തായാലും ഒരു ഫെസ്റ്റിവൽ മൂഡാണ് എല്ലാവരും. അപ്പൊ ഒരു നല്ലൊരു പാട്ട് അനുഷ്ഠിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അയ്യോ, ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോഴത്തേന് ഓക്കെ ഓക്കെ. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീതി എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഈശ്വര, നല്ല പാട്ടായിരുന്നു. പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിനു മുന്നേ ഇന്റർവ്യൂല് ഞാൻ ആദ്യം ഒന്നും ഇപ്പൊ പാടുന്നത്. ഇപ്പൊ ഞാൻ റിമി ചേച്ചിയായിട്ടൊക്കെ ചില ഷോസ് ചെയ്തു. അതിൽ പിന്നാണ് എനിക്ക് പുള്ളിക്കാർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാ ആക്ടേഴ്സും ആക്ട്രസും മൂവിയിൽ പാടി തുടങ്ങിയിട്ടുണ്ട്. അനുശ്രീനെയും ഇനി പാടുന്നത് പ്രതീക്ഷിക്കാവോ? ഞാനൊരു പ്രൊഡ്യൂസറൊക്കെ ആവുമ്പോഴത്തേന് ആ മൂവിയിൽ തന്നെ പാടാം. പ്രൊഡ്യൂസർ ആവുന്നുണ്ടോ? നമ്മളിപ്പോ സിനിമയിൽ നിൽക്കുമ്പോഴത്തേന് അതിന്റെ എല്ലാ മേഖലയെ പറ്റിയും അറിയാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അറിവും കഴിവും ഒക്കെ വേണം. അപ്പൊ നമ്മളിപ്പോ നമ്മൾ വന്നിട്ടേ ഉള്ളൂ. അഭിനയം തന്നെ ഫുള്ള് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഈ കുട്ടിക്കാലം മുതൽക്കുള്ള ആഗ്രഹമായിരുന്നു സിനിമയിൽ? ഒരിക്കലും ഇല്ല. ഞാൻ ആഗ്രഹം എന്തായിരുന്നു? ഇല്ല, എനിക്ക് 10th വരെയുള്ള ആഗ്രഹം ടീച്ചർ ആവാന്നുള്ളതായിരുന്നു. ടീച്ചർ ആവാന്നുള്ളത് കാരണം നമ്മൾ ഈ 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന ടീച്ചർമാരെ സാരിയൊക്കെ ഉടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അയ്യോ നല്ല രസം. കാരണം അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ ഒക്കെ സാരി ഉടുക്കുക എന്നുള്ളത്. അപ്പൊ ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്നും സാരി ഉടുക്കുക, അങ്ങനെയായിരുന്നു ആഗ്രഹമൊക്കെ. പക്ഷെ 10th ആയപ്പോഴത്തേനും അത് മാറി. 10th കഴിഞ്ഞ് പിന്നെ +1 +2 പഠിക്കാൻ പോയപ്പോൾ അവിടെ സ്കൂളിൽ NCC ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ പഠിച്ചെടുത്ത് NCC ഇല്ല. സോ +1 +2 NCCയിൽ ഭയങ്കരമായിട്ട് നിന്നു. എനിക്ക് തോന്നുന്നു +2 എന്ന് ഞാൻ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ NCCയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ആർമി ഓഫീസർ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് തന്നെയായിരുന്നു ഏകദേശം. ഞാൻ അതിനുള്ള എക്സാമിനെ പറ്റി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം NCCയിലുള്ള സാറന്മാരോട് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ആർമി ഓഫീസർ ആവാനൊരു പാഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞപ്പോൾ തന്നെ ഡിഗ്രി പഠിക്കാനായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അത് എന്തെങ്കിലും വേറെ പ്രൊഫഷനും കൂടെ എന്തെങ്കിലും ഒരു കോഴ്സും കൂടി എടുക്കാൻ ഡിപ്ലോമ വല്ലതും ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേനാണ് എയർ ഹോസ്റ്റസിന്റെ കോഴ്സ് ഉണ്ടായിരുന്നു. സോ ഏവിയേഷനിലെ ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനാണ് റിയാലിറ്റി ഷോ വന്നത്. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട്. കാരണം ഇപ്പൊ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്താണ് ഈ ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ചാനൽസിലൊക്കെ. അതല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പെട്ടെന്നൊരു ഇതായിരുന്നു. കാരണം +1 മുതലേ ഉള്ള അംബീഷൻ എന്നുള്ളത് ആർമി ഓഫീസർ ആവാന്നുള്ളത്. കാരണം പലരും പറഞ്ഞിട്ട് എല്ലാവരും ഉറപ്പിച്ചു നോക്കി ഇവൾ ഇങ്ങോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ NCCയിലെ സാർമാരാണെങ്കിലും അന്ന് കാരണം എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ള സാർമാരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ ഇവൾ ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിന്നിട്ടുള്ളത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഇങ്ങോട്ടുള്ള മാറ്റം. അപ്പൊ അവരെ ഇപ്പൊ കാണുമ്പോഴത്തേനും അവർ വിചാരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് നീ പോയിട്ടുള്ളത്.
ചെയ്തത്. അപ്പൊ ഞാൻ പറയും നോക്കട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു സമയത്ത് ഇവിടെ നിൽക്കാൻ നമ്മൾക്ക് ഇനി അവസരങ്ങൾ കുറവാണെന്ന സമയത്ത് ഞാൻ വരും. അല്ല ഇനി പിന്നെ സിനിമയിൽ തന്നെ ആർമി ഓഫീസറായിട്ട് വരാമല്ലോ, അഭിനയിക്കാമല്ലോ. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഗുണം. പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് സിനിമയിൽ വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടിലും, പണ്ടൊക്കെ ഉള്ളവരെ നോക്കുകയാണെങ്കിൽ പഠിത്ത എഡ്യൂക്കേഷൻ ലെവൽ ഭയങ്കര പുറകോട്ടായിരിക്കും, കാരണം സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും. എങ്കിലും ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല, കാരണം ജോലിക്ക് പോവുക, സിനിമയ്ക്ക് വരുമ്പോൾ ലീവ് എടുത്ത് വരാവുന്ന നടക്കുന്ന കാര്യങ്ങളല്ല. സോ സിനിമയിൽ വരുന്ന ആൾക്കാർക്കാണ് ജീവിതത്തിൽ ഒരുപാട് കളക്ടർ എങ്ങനെയാണെന്നും അറിയാം, ഡോക്ടർ എങ്ങനെയാണെന്നും എന്തായാലും ചെയ്യാൻ പറ്റും. എന്താണ് മെയിൻ ആയിട്ടും ഒരു മൂവിയിലേക്ക് അട്രാക്ട് ചെയ്തത്? എനിക്ക് തോന്നാറുണ്ട്, ഒരു സീനിന് വേണ്ടിട്ട് എന്നെ വിളിക്കാണോ, അതിന് ഒരു സീനേ ഉള്ളൂ, പക്ഷെ ആ സീൻ ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഇതാണ് അതിന്റെ രീതി എന്ന് പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ആൾക്കാര് പിന്നീട് അത് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അയ്യോ ആ കുട്ടി എന്നാൽ അത് കഷ്ടമായി പോയി, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ റോൾ ഞാൻ ചെയ്തിരിക്കും. കാരണം അതിനിപ്പം ഇത്ര സീൻ വേണം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് നിൽക്കുന്ന ക്യാരക്ടറാണോ, എത്ര സീൻ ഉണ്ട് എന്റെ സിനിമ, എനിക്ക് എത്ര സീനാണുള്ളത്, അഞ്ച് സീനാണുള്ളത്, അയ്യോ 5 ഉള്ളൂ ഞാൻ ചെയ്യുന്നില്ല, ഇങ്ങനെ പറയാറില്ല. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ അപ്പിയറൻസ് ആണെങ്കിലും ഞാൻ ചെയ്ത പെർഫോമൻസ് ആണെങ്കിലും അങ്ങനത്തെ ഒരു അത്രയ്ക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത ഓരോന്നിനും ഓരോ കഥയുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിപ്പുലികൾ ചെയ്യുമ്പോഴും വേറൊന്നും നോക്കണ്ട, ലാൽ സാറിന്റെ മൂവിയാണ്. സാർ എന്നെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതില് കൊച്ചുറാണി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, നായികയല്ല, നിനക്ക് പറ്റുമെങ്കിൽ നീ വന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞു പിന്നെന്ത്, ഞാൻ വരാം. കാരണം ലാൽ സാറിന് ഞാനിപ്പം നമ്മുടെ ഭാഗ്യമാണ്, ഏതെങ്കിലും ഒരു വേറെ അന്യഭാഷയിൽ പോയാലും എവിടെ പോയാലും സാറ് നമ്മളെ ഒരു ക്യാരക്ടറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ അയ്യോ സാർ അന്ന് ഡേറ്റ് ഇല്ല കള്ളം പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറിയില്ല. ലാസ്റ്റ് ഞാൻ ചെയ്ത മൂവിയിൽ സുകന്യ മാഡം, പഴയ നമ്മുടെ ആക്ട്രസ് മാഡം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തെ ഫസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചു ക്ലാസിക്കൽ ഡാൻസർ ആണല്ലേ, ഞാൻ പറഞ്ഞ കാരണം എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, കാരണം എനിക്ക് അറിയില്ല. അപ്പം പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത്, പക്ഷെ നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അന്ന് അവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കത്തില്ല ഞാൻ സിനിമാനടിയാവും. അപ്പൊ അന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചിലപ്പം ഡാൻസ് പഠിപ്പിക്കാനായിട്ടും പാട്ട് പഠിപ്പിക്കാനായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അമ്മയടുത്തൊക്കെ പറയും എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോ ഇപ്പൊ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഡാൻസറിന് മാറിപ്പോയിരുന്നെങ്കിലും, അതുകൊണ്ട് അതെ അങ്ങനെ പോസിറ്റീവ് ആവാൻ നോക്കുക. കാരണം എന്റെ കൂട്ടുകാരികൾക്ക് എന്റെ റിയാലിറ്റി ഷോയിൽ തന്നെ കൂട്ടുകാരി ഉണ്ടായിരുന്നു സ്വാസിക എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവളും ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പം അവള് നല്ല ഡാൻസറാണ്, പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പം അവൾ ഗിരിജ എന്നാണ് അവളുടെ അമ്മയുടെ പേര്. അപ്പം 3 വയസ്സ് മുതൽ എന്തോ അവളെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഷോയിലൊക്കെ വരുമ്പോഴത്തേനും അവള് ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അപ്പം അവളൊക്കെ കളിക്കുന്ന കാണുമ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ കൊതിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുക, അയ്യോ എന്ത് രസമായിട്ടാണ് കളിക്കുന്നത്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അവൾക്കുണ്ടാകും ആദ്യം 3 വയസ്സ് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങും. കാരണം നമ്മളിപ്പൊ ചിലപ്പോൾ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ചിലപ്പോൾ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവണം എന്നില്ല. പക്ഷെ കുട്ടിക്കാലത്ത് മുതലേ പഠിച്ചു വരികയാണെങ്കിൽ ഓക്കെ ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും. പക്ഷെ ഇപ്പൊ എനിക്ക് ചെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും ചിലപ്പോ, ഇപ്പൊ ഇനി പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഇപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട്, അയ്യോ എന്നെ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും ക്ലാസിക്കൽ ട്രൈ ചെയ്തിട്ടില്ല, അല്ലാണ്ട് ഇപ്പം പെർഫോമൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അല്ലാണ്ട് ഉള്ള സോങ്സ് ആണല്ലോ ചെയ്യുക, സിനിമാറ്റിക് സ്റ്റൈൽ അങ്ങനത്തെ ആണല്ലോ ചെയ്യുക. ക്ലാസിക്കൽ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ആൾക്കാരിങ്ങനെ കാണുമ്പോൾ ഇതിന് പെട്ടെന്ന് ക്ലാസിക്കൽ ഡാൻസർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ചെയ്യാൻ പറ്റിയില്ലല്ലോ, ടൈം കുറെ ഉണ്ടല്ലോ. അതെ, ടൈം കുറെ ഉണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, അപ്പൊ അതിലൊക്കെ ആക്റ്റീവ് ആണോ? ഫാൻസിനെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ട്വിറ്ററിലില്ല, ഫേസ്ബുക്ക് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട്. പുതിയ ഫിലിംസിന്റെ നമ്മളെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ചില ആൾക്കാർക്ക് അവർ ഹൈ ബൈ പറയുമ്പോൾ ഞാനും ഹൈ ബൈ പറയും. അങ്ങനെ എപ്പോഴും ഇരുന്ന് എന്നും ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേനും വായിച്ചു നോക്കുക, റെസ്പോണ്ട് അങ്ങനെയൊന്നുമില്ല.
പക്ഷേ പുതിയൊരു മൂവിന്റെ പിക്ചർ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പുതിയ എന്റെ ഗെറ്റപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. കാരണം ഫസ്റ്റ് റെസ്പോൺസ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്റെ വേഷം ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരെണ്ണം കൊടുത്തപ്പോഴും അവരിപ്പോഴും പറയുന്നു വേണ്ട ഇത് വേണ്ട ഞങ്ങൾക്ക് സാരി മതി. അപ്പോ ഞാൻ ഒരു ഈശ്വര ഇനി ഇവരെന്നാണെന്ന് മാറ്റി ചിന്തിക്കുക. 2-3 മൂവീസിൽ അവർ ആക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ശരിയായി. അപ്പൊ ഈ ഫാൻസിന്റെ കോൾസ് ഒക്കെ വരുമ്പോ എങ്ങനെയാണ്? അങ്ങനെ ഒരുപാട് കോൾസ് ഒന്നും അങ്ങനെ വരാറില്ല. എങ്കിലും അപ്പം ഫ്രണ്ട്സ് വഴി ചിലപ്പം വരാറുണ്ട്. അവരുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിംസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പടം ഇപ്പൊ വെടിവഴിപാട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് പേര് വിളിച്ചിരുന്നു. ഞങ്ങളെ പുതിയ ഗെറ്റപ്പ് കണ്ടു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ വിളിക്കാറുണ്ട്. അല്ലാണ്ട് സ്ഥിരമായിട്ട് വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആരും. ഈ നെഗറ്റീവ്സ് പറയാനായിട്ട് വിളിക്കാറുണ്ടോ ആരെങ്കിലും? അതോ വിളിച്ചിട്ട് എല്ലാവരും ഇല്ല അതൊക്കെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ്സ് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഫോൺ വിളിച്ച് പറഞ്ഞിട്ടില്ല. FB-ലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പം അത് ചെയ്ത് ചിലപ്പം ആ ക്യാരക്ടർ കൊള്ളൂല അത് അവര് പറയാറുണ്ട്. അങ്ങനെ കുറച്ച് വായിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ ആ ചേഞ്ച് എങ്ങനെയാണ്? ഇല്ല ക്രിസ്മസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളൊന്നുമില്ല. എങ്കിലും വീട്ടിൽ പണ്ട് അവധിയാണല്ലോ, അതാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ക്രിസ്ത്യൻസിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറുണ്ട്. പണ്ടും അങ്ങനെ അവിടെ കേക്കും വൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. കാരണം ക്രിസ്മസിന് കുറച്ച് ക്രിസ്മസ് കൂട്ടുകാർ ഫ്രണ്ട്സ് ഉണ്ടാവും ക്ലാസ്സിൽ. അപ്പം എല്ലാവരും കൂടി ബാക്കി നമ്മള് കുറച്ച് ഹിന്ദുക്കൾ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സമയം പറയാ ഒരുമിച്ച് അങ്ങോട്ട് പോകും. അവിടെ ആയിരിക്കും ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പൊ ഇനി എവിടെയാണ് ആഘോഷിക്കാനായിട്ട്? ലൊക്കേഷനിലായിരിക്കും? ഇല്ല ചിലപ്പോ ഇപ്രാവശ്യത്തെ മിക്കവാറും വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോ എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പൊ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ടൈം അനിയനുണ്ട് വീട്ടിൽ, അച്ഛന്റെ അനിയന്റെ മകനാണ്. അവന്റെ കൂടെ കളിച്ചോണ്ട് നടക്കാന്നുള്ളതാണ്. 8 വയസ്സേ ഉള്ളൂ. സോ അവനാണ് കൂട്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. കാരണം ബ്രദർ ഉണ്ടെങ്കിലും ചേട്ടൻ വേറെ അങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോവും. പിന്നെ ഞാനും അമ്മയും അച്ഛനും ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കുറച്ചൊക്കെ എല്ലാ കാര്യം പറയാൻ പറ്റുള്ളൂ. ഫുൾ ടൈം അവരുടെ അടുത്ത് കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവന്റെ കൂടെ അങ്ങോട്ടോടെ ഇങ്ങോട്ടോടെ എന്നുള്ളത്. അപ്പൊ ക്രിസ്മസ് ആകുമ്പോഴും ഇവന് 10 ദിവസത്തെ അവധി ഉണ്ടാവും. അപ്പൊ അതാണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഇവന് സ്കൂളില്ലെങ്കിൽ ഞാൻ ഹാപ്പി. അപ്പൊ ഫാമിലി എന്തായാലും നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ തീർച്ചയായിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വന്നിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഇനി കുറെ നല്ല റോൾസ് വരട്ടെ. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എങ്കിലും ന്യൂ ഇയർ ആകുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. പിന്നെ വിഷമമാണ്, കുറെ നാളുകൾ കഴിഞ്ഞു പോയല്ലോ. കാരണം ഇപ്പം ഓരോ വർഷം കഴിയുമ്പോഴത്തേനും എന്താണ് നമ്മള് ഇൻഡസ്ട്രി വന്നിട്ട് 1 വർഷമായി 2 വർഷമായി എന്ന് കണക്ക് കൂട്ടും. കുറെ നാളുകൾ ഇത്രയും നാൾ പോയോ എന്ന് ചിന്തിക്കും. പെട്ടെന്നാണ് പോവുക. കാരണം ഡയമണ്ട് നെക്ലേസിന്റെ ഷൂട്ട് ചിലപ്പോൾ ഇന്നാളിലാണ് കഴിഞ്ഞതെന്ന് ചിലപ്പോൾ തോന്നും. എന്നിട്ട് ഇത് 2 വർഷം ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ അയ്യോ 2 വർഷം ആയോ എന്നൊരു തോന്നലുണ്ടാകും. എങ്കിലും പുതിയൊരു വർഷത്തെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കാൻ. 2013 എന്തുകൊണ്ട് ഒരു നല്ല വർഷമായിരുന്നു. തീർച്ചയായിട്ടും. ഇനി 2014 നല്ല റോൾസ്, നല്ല ബോൾഡ് ആയിട്ടുള്ള റോൾസ് വരട്ടെ. എല്ലാ പ്രേക്ഷകരും ഈ ഒരു അറ്റയറിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മീഡിയ 1 പ്രേക്ഷകർക്കായി ക്രിസ്മസും ന്യൂ ഇയറിനും വേണ്ടി സ്പെഷ്യൽ എന്താ പറയുന്നത്? എല്ലാവരോടും പറയാനുള്ളത് ഇപ്പോ വെടിവഴിപാട് റിലീസായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് പോയി കാണുക. ഞാനും ഒരു ചേഞ്ചിന് ശ്രമിച്ചിട്ടുള്ള മൂവിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കുക. ക്രിസ്മസിന് എല്ലാവരും പള്ളിയിലൊക്കെ പോയി കേക്കൊക്കെ കഴിച്ചിരിക്കുക. കേക്കും വൈനും കഴിക്കുക. പിന്നെ ഒരു പുതുവർഷത്തെ സ്വീകരിക്കുക, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു വർഷമാകട്ടെ. താങ്ക് യു സോ മച്ച്. ശരിക്കും ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന വർഷമാകട്ടെ 2015. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.